യദു കൃഷ്ണൻ, താങ്കൾക്കെതിരെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ രണ്ട് കേസിന്റെ നിജസ്ഥിതി എന്താണ്? രണ്ട് കേസിന്റെ നിജസ്ഥിതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ നേമത്താണ് വീട്, നേമ ജംഗ്ഷനിലാണ്. എന്റെ ചേട്ടൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോ എന്റെ ചേട്ടൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പം ചേട്ടൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഞാനും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കാർ കമ്മ്യൂണിസ്റ്റുകാരും ഞാനും കൂടെ ഉടക്കായി, ഭയങ്കര പ്രശ്നമായി. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരുത്തിയാണ് കൊണ്ടുവന്ന് പരാതി കൊടുത്തിരുന്നത്, നഗ്നതാ പ്രദർശനം എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത. ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെല്ലാരും ഇങ്ങനെ സ്ത്രീകളുടെ അടുത്ത് അപമര്യാദ പെരുമാറുന്ന എന്നും പറഞ്ഞുകൊണ്ട് നഗ്നതാ പ്രദർശനമാണ് ഇവർക്ക് വിജയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ആ 2 മിനിറ്റുള്ള വീഡിയോ എന്നൊക്കെ മാഡം വലിയ ഘോരഘോരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു KSRTC ബസിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്ന് അത് കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോടതിയിൽ പോയി ജഡ്ജി എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ജഡ്ജി താങ്കൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ജഡ്ജി ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇല്ല. അപ്പൊ ആ യുവതിയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇത് കണ്ടായിരുന്നോ? ഇത് ഞാൻ കണ്ടില്ല, ഈ പയ്യനെ പോലെയാണ് ഇരുന്നത്, പക്ഷെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് കോടതി ജഡ്ജി അപ്പം താങ്കളെ നിരപരാധികം വിട്ടയച്ചിരിക്കുന്നു, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തോണ്ട് നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു പേപ്പർ വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവര് പാർട്ടിയുടെ സ്വാധീനത്തിന്റെ പുറത്ത് എന്നെ പലതും പറയാ, എന്നെ എത്രയും മാത്രം നാണം കെടുത്തിട്ട് അവർക്ക് തികഞ്ഞില്ല. അവർ ഇത്രയും റോഡിൽ വെച്ച് ഇത്രയും ഷോ പെരുമാറിയിരിക്കുന്നത് മേയർ പറയുന്നത് പോലെയാണെങ്കിൽ ഒരു നഗരത്തിന്റെ ഒരു നഗര പിതാവ് സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മേയറോടാണ്. അപ്പോൾ ആ സ്ഥാനം മറ്റൊന്ന് MLA ആണ്, ജനപ്രതിനിധിയാണ്. അപ്പോൾ ഇനി ഈ സ്ഥാനത്ത് താങ്കൾക്കെതിരെ, താങ്കൾ താൽക്കാലിക ജീവനക്കാരനാണെന്നാണ് മനസ്സിലാക്കുന്നത്, താങ്കളോട് ഡ്യൂട്ടിയിൽ കയറണ്ട എന്ന് പറയുന്നു. അതൊരു ദീർഘകാലത്തേക്കായിരിക്കുമോ? എന്താണ് ഒരു ഒഫീഷ്യലി ഒരു അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല. ഞാൻ ഇപ്പം എന്റെ ഡ്യൂട്ടിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടിയുടെ ഇതിന് ചെല്ലാൻ പറഞ്ഞിട്ട് പിന്നീട് വിളിച്ചു രാവിലെ പറയുകയാണ് ഡ്യൂട്ടിക്ക് വരണ്ട, ഇന്ന് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം DTA കാണാനാണ് ഇപ്പൊ ഡ്യൂട്ടിക്ക് തമ്പാനിലോട്ട് പോവുകയാണ്. DTA എന്താണ് അറിവെന്നുള്ളത് അറിയത്തില്ല. പിന്നെ ഇവര് ഈ ഡോറ് തുറന്നതാണ്. ഈ സഹോദരൻ എന്ന് പറഞ്ഞ വ്യക്തി കാറിനെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്തിട്ടിട്ട് നിന്റെ അപ്പന്റെ വകയാണോ റോഡ് എന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കുക, ഇവര് സംസാരിച്ചപ്പോഴേക്കും എനിക്ക് തിരിച്ചു പറയണമെന്നുണ്ട്. പക്ഷെ അവര് പറയുന്നത് ഞാൻ അലയ്ക്കുന്നതുകൊണ്ട് അവര് സംസാരിക്കാതെ ഇരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് എനിക്ക് തയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ പറയുന്ന വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. KSRTC ബസിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ചെന്ന് പറയുന്നത്. KSRTC ബസ്സിന് ബ്രേക്കില്ലാതെ ഒരു കാറിൽ കൊണ്ടുവന്ന് ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ചപ്പോ തൊട്ട് ബാക്കിൽ എന്ന് പറഞ്ഞ ബസ്, ഞാൻ പ്രൈവറ്റ് ബസ്സാണ് ഓടിച്ചത്, ഞാനും നല്ല രീതിയിൽ ചവിട്ടി. അവൻ പെട്ടെന്ന് പോയിട്ട് സ്പീഡിൽ ബ്രേക്ക് ചവിട്ടിയപ്പോ എന്റെ വണ്ടിയും ബ്രേക്ക് കിട്ടാതെ KSRTC ബസ്സിൽ പോയി ഇടിച്ച കേസാണ് ഇവര് പറയുന്നത്. ഇവര് പറയുന്നതെന്ന് വെച്ചാൽ ഇവര് ഈ നഗ്നതാ പ്രദർശനം അത് കാണിച്ചു, ഇത് കാണിച്ചു, അത് കാണിച്ചു എന്ന് പറയുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു കേസ് ഉള്ളത്, കേസ് കോടതിയിൽ വരെ പോയി നോക്കാൻ പറയാത്തുണ്ട്. ഈ കേസ് നിലനിന്നിട്ടുണ്ടോ, ഈ കേസ് നിലനിൽക്കുന്നുണ്ടോ, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും എന്നെ ശിക്ഷിക്കണമല്ലോ. ലഹരി ഉപയോഗിച്ചതായി പറയുന്ന അവിടെ ഒരു കവർ താങ്കൾ ആ സമയത്ത് തന്നെ, അതല്ല ഞാൻ ചോദിച്ചത്, നഗ്നതാ പ്രദർശനം കാണിച്ചു എന്ന് ഒരു കേസ് നിലനിൽക്കുന്നെന്ന് പറഞ്ഞില്ലേ? നമ്മൾ കേട്ടിരിക്കുന്നത്. ഇനി അതിന്റെ തീർച്ചയായും താങ്കളാണ് അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. അല്ല, ഇപ്പൊ മാഡം പറഞ്ഞല്ലോ, ഇപ്പൊ മാഡം പറഞ്ഞു മാഡത്തിന്റെ ഇത് പേപ്പർ ഉണ്ടെന്നല്ലേ പറയുന്നത്. സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മേയർ കട്ട് ചെയ്ത് പോയത്. ഞാൻ ചോദിക്കുന്നത്, സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതെന്ന് വെച്ചാൽ അവര് കള്ളത്തനമാണ് പറയുന്നത്. ലഹരി ഉപയോഗിച്ചോ ആ സമയത്ത്? ഇല്ല ചേട്ടാ, ഇപ്പോഴും എന്റെ കൂടെ ചാനലുകാർ എല്ലാരും ഉണ്ടായിട്ടുണ്ട്. അവർക്കെല്ലാം എന്റെ സംസാരം കേട്ടു ഞാൻ ലഹരി എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് അവരൊക്കെ ആർക്കും കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി, ആ ഡോക്ടർ വരെ ചെക്ക് ചെയ്ത കാര്യമാണ്. ഇവര് എന്നെ ഈ പറയുന്ന ഇവര് തന്നെ സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും ഇവരെ പാർട്ടിയും ഇവരൊക്കെ ആളുകളൊക്കെ മനഃപൂർവ്വം എന്നെ എന്തോ ദ്രോഹിക്കും പോലെ. ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളല്ല. അവരാദ്യം അത് മനസ്സിലാക്കണം. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, BJP അല്ല. അവര് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഏതോ പാർട്ടിയിലുള്ളവനെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ചുമ്മാ കിടന്ന് ഇങ്ങനെ പറയുന്നത്. അവര് ചെയ്ത തെറ്റാണെന്നും അവർക്ക് പണി കിട്ടുമെന്നും അറിഞ്ഞിട്ട് മീഡിയാസ് ഏറ്റെടുത്ത്, മീഡിയാസും ജനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചുമ്മാ ന്യായമല്ലാത്ത കാര്യങ്ങൾ, അന്യായമായിട്ടുള്ള കാര്യങ്ങൾ. വ്യക്തത വരുത്തേണ്ടതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, താങ്കൾ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനും താങ്കൾ എന്തായാലും അതിന്റെ ആ രീതിയിലേക്കൊക്കെ ഈ കേസ് പോകേണ്ടിയിരിക്കുന്നു.